Hi all, welcome back to another video of Irshida Smith Folio. Before that, in the June 1st, and the best friend in the birthday, Anna. So many more happy returns of the day, Divya. Hope she is watching this video. സൈനസൈറ്റിസ് അഥവാ സൈനസിനുണ്ടാവുന്ന അണുബാധ സ്ഥിരമായി പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു അസുഖമാണിത്. കാലാവസ്ഥ ചേഞ്ച് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ട് മറ്റുള്ള അസുഖങ്ങളുള്ള ആളുകളിൽ സ്ഥിരമായി അലർജിക് പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ തന്നെ അവരിലൊക്കെ തന്നെ വളരെ കോമൺ ആയി കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായി പറഞ്ഞു കേൾക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണെങ്കിലും ഈ സൈനസൈറ്റിസിനെ പറ്റി പൂർണ്ണമായ ഒരു ധാരണ നമുക്കില്ലെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്, അല്ലേ? സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിക്കകത്തുള്ള ശൂന്യമായിട്ടുള്ള അറകളാണ്. ഇത്തരത്തിൽ 4 സെറ്റ് ഓഫ് അറകളാണ് നമ്മുടെ തലയോട്ടിയിൽ കാണപ്പെടുന്നത്. പ്രധാനമായും ഒരു പെയർ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും, മൂക്കിൻ്റെ ഈ സൈഡിലായിട്ട് ഒന്നുണ്ട്. ഒരു വലിയ ഒരു പെയർ ഓഫ് അറകൾ ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പെയർ നമ്മുടെ തലയോട്ടിക്ക് അകത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഈ അറകൾ വെറുതെ അല്ല, ഇവർക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഈ സൈനസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ തലയോട്ടിയുടെ ഭാരം ബാലൻസ് ചെയ്ത് നിർത്തുക, നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ സൗണ്ട് കൂട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ ഹ്യൂമിഡിഫൈ ചെയ്യുക, ചെറുതായിട്ടൊന്ന് നനവാക്കി നിർത്തുന്നത് പോലെയുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ഈ സൈനസാണ്. സൈനസിന് ചുറ്റുമുള്ള കോശങ്ങൾ മ്യൂക്കസ് അഥവാ കഫം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സൈനസിലെത്തി മൂക്ക് വഴിയാണ് ഇത് പുറത്തോട്ട് ഡ്രെയിൻ ചെയ്തു പോകുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കഫം പുറത്തു പോവാതെ ഡ്രെയിൻ ചെയ്യാനാവാതെ ഈ നമ്മുടെ സൈനസിൽ തന്നെ കെട്ടി നിൽക്കുകയും നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള മാലിന്യങ്ങൾ, പൊടിപടലങ്ങളൊക്കെ വന്ന് ഈ മ്യൂക്കസ് ഇൻഫെക്റ്റഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് പോലെയുള്ള മറ്റ് സാഹചര്യങ്ങളിലൂടെ ഇത്തരത്തിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ ഒരു നീർക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ പൊതുവെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. രാവിലെ എണീക്കുമ്പോഴുള്ള അസഹ്യമായിട്ടുള്ള തലവേദന, പ്രധാനമായിട്ടും ഏത് സൈനസ് ആണോ ഇൻഫെക്റ്റഡ് ആവുന്നത് അതിനനുസരിച്ച് ആ ഒരു വേദനയുടെ ഒരു ഭാഗം മാറാറുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സൈനസ് ഉണ്ട്, ഫ്രോണ്ടൽ സൈനസിനാകുമ്പോൾ പ്രധാനമായിട്ട് ഈ ഭാഗങ്ങളിലായിരിക്കും വേദന. പിന്നെ എത്മോയിഡ് ആണെങ്കിൽ ഈ ഭാഗങ്ങളിൽ നല്ല പ്രസ് ചെയ്യുമ്പം തന്നെ നല്ല വേദന വരാറുണ്ട്. ഈ മാക്സിലറി ആണെങ്കിൽ ഈ ഭാഗങ്ങളിൽ നല്ല വേദന വരാറുണ്ട്. ഇനി തലയ്ക്ക് അകത്തുള്ള സ്ഫിനോയിഡൽ സൈനസിനാണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ തലയുടെ ഭാഗത്തായിട്ടായിരിക്കും കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്നത്. ഇത് കൂടാതെ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, കുനിയുമ്പോൾ തലയ്ക്ക് അനുഭവപ്പെടുന്ന ശക്തമായിട്ടുള്ള ഭാരം തോന്നുന്ന പോലത്തെ ഒരവസ്ഥ, കഫം ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ, വായുനാറ്റം, പിന്നെ മണം സെൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ്. ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് സൈനസൈറ്റിസ് ഉള്ള ആളുകളിൽ കാണപ്പെടുന്നത്. പ്രധാനമായും 2 തരത്തിലാണ് സൈനസൈറ്റിസ് ഉള്ളത്, അക്യൂട്ട് ആൻഡ് ക്രോണിക്. നമ്മൾ പറഞ്ഞു ഈ കാലാവസ്ഥ ചേഞ്ച് കൊണ്ടൊക്കെ അല്ലെങ്കിൽ അലർജിക്ക് ഉള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന പെട്ടെന്ന് വരുന്ന ഒരു സൈനസൈറ്റിസ് ആണ് ഈ അക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യാതെ കുറേ കാലം അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ, പിന്നെ അത് ക്രോണിക്കിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിരമായിട്ട് സൈനസൈറ്റിസ് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഇനി അത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഈ പുകവലിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിർത്തുക. അതുപോലെ തന്നെ തണുപ്പ് അടിക്കുന്നത് മാക്സിമം പരമാവധി ഒഴിവാക്കുക. ഫാനൊക്കെ ഇട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലം, അതുപോലെ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാറ്റ് പരമാവധി അടിക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങളും ഒക്കെ ചൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. വെയിലത്ത് ഒത്തിരി ജോലി ചെയ്യുന്നതൊക്കെ മാറ്റി നിർത്തുക. തണുപ്പുള്ള ആഹാരങ്ങൾ, അതുപോലെ തന്നെ തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ശീലമൊക്കെ മാറ്റി നിർത്തുക. പിന്നെ ഇഞ്ചി നീരൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള സാധനങ്ങളാണ്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗർ ഇത്തരത്തിൽ സൈനസ് ഡ്രെയിൻ ചെയ്ത് പോകാൻ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ കുടിക്കുന്നതൊക്കെ നല്ലതാണ്. തേൻ വളരെ നല്ലതാണ്, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ തേൻ. അപ്പം തേൻ കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നത് ഇത്തരത്തിൽ സൈനസ് ക്ലിയർ ആവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
സൈനസൈറ്റിസ് ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സൈനസൈറ്റിസ് വന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആവി പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ദിവസം 2 നേരമെങ്കിലും കുറച്ച് നേരം ആവി പിടിക്കുക. അപ്പോൾ ആവി പിടിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ആവി പിടിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് തരുന്നതായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീത്തിങ് എക്സസൈസ് കൂടെ പരിചയപ്പെടുത്താം. പെട്ടെന്നൊരു ഫാസ്റ്റ് റിസൾട്ട് തന്നെ സൈനസൈറ്റിസ് ഉള്ള ആളുകൾക്ക് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസാണ് കേട്ടോ. എപ്പോഴും രാവിലെ എണീറ്റ ഉടനെ നമ്മുടെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കുക. വേപ്പറൈസറോ അല്ലെങ്കിൽ പുട്ടുകുടത്തിലൊക്കെ കുറച്ച് വെള്ളം എടുത്ത് ഈ പറഞ്ഞതുപോലെ വെളുത്തുള്ളി ചതച്ചൊക്കെ ഇട്ട് ഒന്ന് ആവി പിടിച്ചതിന് ശേഷം ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒരു കുറച്ച് സമയം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു യോഗയ്ക്ക് ഇരിക്കുന്നത് പോലെയുള്ള ഒരു പോസ്ചർ ചൂസ് ചെയ്താൽ അതാണ് നല്ലത്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നട്ടെല്ലൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഒരു മൂക്ക് ഈ കൈ കൊണ്ട് അടച്ചു പിടിക്കുക. മറ്റേ മൂക്കിലൂടെ പതിയെ ശ്വാസം അകത്തോട്ടെടുക്കുക. ഫാസ്റ്റായിട്ട് ശ്വാസം പുറത്തോട്ട് വിടുക. പതിയെ ശ്വാസം അകത്തോട്ടെടുക്കുക, ഫാസ്റ്റായിട്ട് ശ്വാസം പുറത്തോട്ട് വിടുക. അങ്ങനെ ഒരു 10 തവണ ഒരു മൂക്കിൽ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത മൂക്കിൽ 10-15 തവണ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു മൂക്കടച്ചിട്ട് ശ്വാസം പതിയെ അകത്തോട്ടെടുക്കുക. എന്നിട്ട് ആ മൂക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം മറ്റേ മൂക്കിലൂടെ ഇതുപോലെ ശക്തിയായിട്ട് ശ്വാസം പുറത്തോട്ട് വിടുക. ഇത്തരത്തിൽ 2 മൂക്കിലും മാറി മാറി 10-15 തവണ പ്രാക്ടീസ് ചെയ്യാം. ഇനി അത് രണ്ടും ചെയ്തതിന് ശേഷം 2 മൂക്കും തുറന്നു പിടിച്ച് ശ്വാസം പതിയെ അകത്തോട്ടെടുക്കുക. ശക്തമായി ശ്വാസം പുറത്തോട്ട് വിടുക. അങ്ങനെ ഒരു 5-10-15 തവണ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് സമയമുള്ളതുപോലെ. പക്ഷെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസാണ്. എപ്പോഴും ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ തന്നെ നല്ലതാണ്. ഇത് സൈനസൈറ്റിസിനും കൂടെ കുറച്ചുകൂടെ നല്ല ഒരു റിസൾട്ട് തരുന്നൊരു എക്സസൈസ് കൂടെയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.